അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ -π/2 to π/2 cos x dx. അപ്പോൾ ആദ്യം നമ്മൾ cos xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. cos xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin x എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. -π/2 to π/2. അപ്പോൾ ആദ്യം എക്സിന് π/2 കൊടുക്കുക. അപ്പോൾ sin π/2. പിന്നെ എക്സിന് -π/2 കൊടുക്കുക. sin π/2 മൈനസ് sin -π/2 എന്നുണ്ടാവും. അപ്പോൾ sin π/2 പ്ലസ് sin -θ മൈനസ് sin θ എന്നാണ്. അപ്പോൾ മൈനസ് ഉണ്ടാവും ഇവിടെ. sin π/2 പ്ലസ് sin π/2 എന്നുണ്ടാവും. sin π/2 പ്ലസ് sin π/2. sin π/2 എന്ന് പറഞ്ഞാൽ 1. sin 1. അപ്പോൾ 1 + 1 = 2 എന്നുണ്ടാവും. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വരെ കൊടുക്കുക. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അടുത്ത 257 0 to π/2 sin x cos x dx. sin x cos x dx നമുക്കറിയാം sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x എന്നാണ്. sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x. ഇതിന് നമ്മൾ ഇങ്ങനെ ചെയ്യുക. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 2 sin x cos x dx. 1/2 2 കട്ടി കഴിഞ്ഞാൽ പിന്നെ sin x cos x തന്നെ. അപ്പോൾ 1/2 ഇൻ്റഗ്രൽ 0 to π/2 sin 2x 2 sin x cos x sin 2x dx. ഇനി എന്ത് ചെയ്യാം? = 1/2 ഇൻറ്റു sin 2xൻ്റെ ഇൻ്റഗ്രൽ -cos 2x/2 sin 2xൻ്റെ ഇൻ്റഗ്രൽ -cos 2x/2 ലിമിറ്റ് കൊടുക്കുക 0 to π/2. ഇത്രയേ ഉള്ളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വരെ കൊടുക്കുക. -1/4 ആണെങ്കിൽ പുറത്തെടുത്താൽ -1/4 ഇൻറ്റു പിന്നെ cos 2xന് മാത്രം വരെ കൊടുക്കുക. അപ്പോൾ -1/4 ഇൻറ്റു cos 2 × π/2 എന്നാൽ cos π എന്നുണ്ടാവും. -cos 0 എന്നുണ്ടാവും. അപ്പോൾ -1/4 cos π -1 cos 0 1. അപ്പോൾ -2 ഉണ്ടാവും. -1/4ൻ്റെ -2. -1 പ്ലസ് ആവും. 2/4 പറഞ്ഞാൽ 1/2 എന്നാണ് ആൻസർ. അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ വാല്യൂ അത് അപ്പർ ലിമിറ്റും പിന്നെ ലോവർ ലിമിറ്റും കൊടുക്കുക, മൈനസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അടുത്ത് 258 ഇൻ്റഗ്രൽ 2 to 3 1/x² + 5x + 6 dx. ഇവിടെ നമ്മൾ ഇതിനെ ഫാക്ടർ ആക്കുക. കാരണം 3ഉം 2ഉം ഗുണിച്ചാൽ 6, 3ഉം 2ഉം കൂട്ടിയാൽ 5 ആണല്ലോ. അപ്പോൾ x+3 × x+2 ഉണ്ടാവും. x+3 × x+2 എന്നോ അല്ലെങ്കിൽ x+2 × x+3 എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ മാറ്റി ചെയ്യാം. dx ഫാക്ടർ ആക്കുക. ഇനി ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണം. പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പോവാം. പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്കറിയാം. പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ a/x+2 പിന്നെ b/x+3 പിന്നെ അത് ഡിനോമിനേറ്റർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് x+3 ഉണ്ടാവും, ബിൻ്റെ അടുത്ത് x+2 ഉണ്ടാവും. എക്സിന് ആദ്യം -3 പുട്ട് ചെയ്യുക. അപ്പോൾ 1 = ഇത് 0 ആവും. b × -3 + 2 എന്നുണ്ടാവും. അപ്പോൾ 1 = b × -1 ഉണ്ടാവും. അപ്പോൾ b = -1 കിട്ടും. അതുപോലെ എക്സിന് -2 പുട്ട് ചെയ്താൽ
-2 + 3. 1 = a × 1. അപ്പോൾ a = 1 എന്നുണ്ടാവും. a 1 എന്നുണ്ടാവും. ഇവിടെ a 1. അപ്പോൾ 1/(x + 2) എന്നുണ്ടാവും. b -1/(x + 3) എന്നുണ്ടാവും. അങ്ങനെ കിട്ടും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വില കൊടുക്കുക. അത് തന്നെ 2 to 3 ആണ്. ലിമിറ്റ് 2 to 3 എന്നാണ്. അതിങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2 to 3 dx ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1/(x + 2) എന്ന് പറഞ്ഞാൽ log mod x + 2 - log mod x + 3 2 to 3 എന്നുണ്ടാവും. 1/(x + 2) ഇൻ്റഗ്രൽ log mod x + 2, ഇത് log mod x + 3. എന്നിട്ട് 2 to 3 എന്നുള്ള ലിമിറ്റ് കൊടുത്താൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇവിടെ ഇൻ്റഗ്രേഷൻ നടത്താൻ അറിയണം. അപ്പോൾ നമ്മൾ എല്ലാ മെത്തേഡും നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രേഷൻ എല്ലാ മെത്തേഡും നമ്മൾ കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ വില കൊടുക്കുക. 3 കൊടുക്കുമ്പോൾ 3 × 5 log mod 5 log 6 മൈനസ് കൊടുത്തിട്ട് അത് 2 കൊടുക്കുമ്പോൾ log 4 - log 5 ഉണ്ടാവും. അപ്പോൾ log 5 - log 6. ഇവിടെ log 4 - log 5 അല്ലെങ്കിൽ log 5/6 - log 4/5 അല്ലെങ്കിൽ log a - b log a/log b എന്നാണ്. 5/6/4/5 എന്നൊക്കെ എഴുതാം. ആണെങ്കിൽ 25/24 ഉണ്ടാവും. 6 × 4 = 24. അപ്പോൾ അങ്ങനെ പരമാവധി സിംപ്ലിഫൈ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എല്ലായിടത്തിട്ട് എവിടെയെങ്കിലും എത്തുന്നിടത്ത് സിംപ്ലിഫൈ ചെയ്താൽ നിർത്തിയാൽ മതി. ഇപ്പോൾ ഇവിടെയൊക്കെ പാർഷ്യൽ ഫ്രാക്ഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആദ്യം അപ്പർ ലിമിറ്റ് പിന്നെ ലോവർ ലിമിറ്റും കൊടുത്ത് മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതേമാതിരി ചെയ്താൽ മതി. 1 to 2 dx / x + 1 × x + 2. ഇതേമാതിരി പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി വരെ കൊടുക്കാം. ഇൻ്റഗ്രൽ 1 to 2 x dx / x + 1 × x + 2 dx. ഇതും പാർഷ്യൽ ഫ്രാക്ഷൻ. ഇപ്പം ഇത് ചെയ്ത് അതേപോലെ തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വരെ കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ സെക്ഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് വരുന്ന പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറേ പ്രോബ്ലം നമ്മൾ ചെയ്തതിന് ശേഷം പിന്നാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നത്. പുട്ട് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലം. അപ്പോൾ ആ രീതിയിൽ പ്രോബ്ലം ഇവിടെയും വരികയാണ്. പുട്ട് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലം ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ലിമിറ്റ് ഉണ്ടാവും, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ വരുന്ന പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കുക. ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കട്ടോ. 261 ഇൻ്റഗ്രൽ 2 to 3 x dx / x² + 1. അവിടെ x² + 1 പുട്ട് ചെയ്യാമോ? നമുക്കറിയാം, ഇങ്ങനെ ചെയ്യാനൊക്കെ നമുക്ക് അറിയുന്നതന്നെയാണ്. x² + 1 പുട്ട് ചെയ്യും. ഇപ്പോൾ 2x 1 0 ആണ്. അപ്പോൾ 2x dx = dt, 2x dx = dt,
എക്സ് ഡി ടി എക്സ് ഡി എക്സ് ഡി ടി ബൈ ടു എന്നൊക്കെ നമുക്ക് അങ്ങനെ മാറും. ഡി ടി ബൈ ടു ബൈ ടി എന്നൊക്കെ ഉണ്ടാവും. ഇവിടെ ലിമിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ എക്സ് എന്ന വേരിയബിളിൻ്റെ ലിമിറ്റാണ് 2 to 3. അത് ടിയിലേക്ക് മാറുമ്പോൾ ഈ ലിമിറ്റ് മാറും. ലിമിറ്റ് മാറ്റുന്നത് നോക്കട്ടോ. ആദ്യം എക്സിന് 2 എന്ന് കൊടുക്കാം. ലോവർ ലിമിറ്റാണ് 2. എക്സിന് 2 കൊടുക്കുമ്പോൾ ഇതിൽ 2 എന്ന് കൊടുക്കുക. എക്സിലെടുത്ത് 2 എന്ന് കൊടുക്കുമ്പോൾ 2² + 1 = t, 4 + 1 = t, 5 = t, അല്ലെങ്കിൽ t = 5. 2x എന്ന 2 ആവുന്ന സമയത്ത് t ആവുമ്പോൾ 5 ആവും. t = 5. അതേപോലെ എക്സിന് 3 കൊടുക്കുക. അങ്ങനെ x = 3, 3² + 1 = t, 9 + 1 = t, 10 = t, t = 10. അപ്പർ ലിമിറ്റ് 10 ആയി. 2 to 3 എന്നുള്ളത് മാറിയിട്ട് ഈ 2 to 3 എന്നുള്ളത് മാറിയിട്ട് 5 to 10 ആയി. ലിമിറ്റ് മാറി. പിന്നെ എക്സ് ഡി എക്സിന് ഡി ടി ബൈ 2 ബൈ എക്സ് ടി സ്ക്വയർ + 1 എക്സ് സ്ക്വയർ + 1 ടി ഇത് മുട്ടി ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. ഇൻ്റഗ്രേഷൻ ബൈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇല്ലെങ്കിൽ നമ്മൾ എക്സ് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ + 1 ആണെങ്കിൽ എക്സ് സ്ക്വയർ + 1 പുട്ട് ചെയ്യും. 2x dx ഡി ടി എന്ന് എഴുതും. എക്സ് ഡി എക്സ് ഡി ടി ബൈ 2 എന്ന് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലോഗ് മോഡിറ്റി ആ രീതിയിലേക്ക് വരും. ലിമിറ്റും കൂടി വരുമ്പോൾ ലിമിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം ലോവർ ലിമിറ്റ് 2 കൊടുക്കുക. പിന്നെ അപ്പർ ലിമിറ്റ് 3. ആദ്യം 2 കൊടുക്കുമ്പോൾ എക്സിന് 2 എന്ന് ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂഷനിൽ എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ 2² + 1 = t, 4 + 1 = t, 5 = t, t = 5. 2 എന്നുള്ളത് ചേഞ്ച് ചെയ്ത് 5 ആയി. ഇനി 3 അപ്പർ ലിമിറ്റ് 3 എന്നുള്ളത് ഇവിടെ കൊടുക്കുമ്പോൾ 3² + 1 = t, 9 + 1 = t, 10 = t, t = 10. ഇപ്പോൾ 3 എന്ന അപ്പർ ലിമിറ്റ് എല്ലാം കൂടി 10 ആയി മാറി. ഇനി ഇൻ്റഗ്രേഷൻ നോക്കട്ടോ. 2 to 10 ആയി, 5 to 10 ആയി മാറിയിട്ടുണ്ട്. സീകളിലും ഇവിടെ എത്തിപ്പോൾ 2 to 3 എന്നുള്ളത് 5 to 10 ആയി. എക്സ് ഡി എക്സ് ഡി ടി ബൈ 2 എന്നായി. എക്സ് സ്ക്വയർ + 1 t എന്നായി. ഇപ്പോൾ കാണാം. ഇനി ഈ 1/2 നമ്മൾ പുറത്തെടുക്കുക. 1/2 ഇൻറ്റു 5 to 10 ഡി ടി ബൈ ടി. ഈ 1/2 പുറത്തെടുത്തിട്ടേ ഉള്ളൂ. 1/t ഇൻ്റഗ്രൽ ലോഗ് മോഡ് ടി നമുക്കറിയാം. 5 to 10 1/t ഇൻ്റഗ്രൽ ലോഗ് മോഡ് ടി എഴുതാം. എന്നിട്ട് 5 to 10 ആദ്യം 10 കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ ലോഗ് മോഡ് 10 മൈനസ് ലോഗ് മോഡ് 5, അല്ലെങ്കിൽ 1/2 ഇൻറ്റു ലോഗ് 10 മൈനസ് ലോഗ് 5, അല്ലെങ്കിൽ 1/2 ഇൻറ്റു ലോഗ് 10/5, അല്ലെങ്കിൽ 1/2 ഇൻറ്റു ലോഗ് 2, 1/2 ലോഗ് 2 എന്നൊക്കെ എഴുതുകയാണെങ്കിൽ ഇതാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വരുന്നത്. ഒന്ന് രണ്ട് ദിവസം ശ്രദ്ധിച്ചാൽ അപ്പോൾ അതിനങ്ങ് ഐഡിയ കിട്ടും. പുട്ട് ചെയ്യുക, അതിന് കൂടെ ലിമിറ്റ് മാറ്റുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്ത് മൈനസ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓഫ് 0 to 1 x⁵5 dx 1 + x⁵6. ഇവിടെ 1 + x⁵6 t എന്ന് പുട്ട് ചെയ്യാം. ഡിഫറൻഷിയേഷൻ നടത്തുമ്പോൾ 6x⁵5 dx = dt എന്നുണ്ടാവും. 6x⁵5 dx = dt, x⁵5 dx = dt by 6. x⁵5 dx dt by 6 എന്ന് എഴുതാം. അടിയിൽ ടി എന്നുണ്ടാവും. ലിമിറ്റ് മാറ്റണം. ആദ്യം 0 എന്ന് കൊടുക്കുക. എക്സിന് 0 എന്ന് അവിടെ കൊടുക്കുമ്പോൾ 1 + 0⁵6 = t, 1 = t എന്നായി, അല്ലെങ്കിൽ t = 1 ആയി. t = 1. ഇനി ഇവൻ x = 1, എക്സിന് 1 എടുക്കുമ്പോൾ 1 + 1⁵6 = t, 1 + 1 = t, 2 = t, t = 2. ഇപ്പോൾ ലിമിറ്റ് എന്തായെന്ന് അറിയാം. 0 to 1 എന്നുള്ളത് മാറിയിട്ട് 1 to 2 എന്നായി.
0 എന്നുള്ളത് 1 ആയി, 1 എന്നുള്ളത് 2 ആയി. ഇപ്പോൾ 1 to 2. പിന്നെ എക്സ് റേസ്റ്റ് 5 dx എന്ന് പറഞ്ഞാൽ dt/6/t അങ്ങനെ ടി. ഇനി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. 1/6 പുറത്തെടുക്കുക. 1/6 പുറത്തെടുത്താൽ പിന്നെ 1 to 2 dt/t എന്നുണ്ടാവും. 1/6 × 1 dt/t എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് ടി. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് മോഡ് ടി 1 to 2 ഇത്രയേ ഉള്ളൂ. ഇനി ആദ്യം 2 കൊടുക്കുക. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 1/6 × log 2 മൈനസ് log 1. log 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. log 2 മൈനസ് log 1. log 1 0 ആണ്. അപ്പോൾ 1/6 × log 2 എന്നുണ്ടാവും. 1/6 × log 2 എന്നുണ്ടാവും. 263 1 to e log x/x 1 to e log x/x. log x-നെ പുട്ട് ചെയ്യാം. log x-ന് ഡെറിവേറ്റീവ് 1/x. 1/x dx dt. ലിമിറ്റ് മാറ്റുക. x = 1. log 1 = t. log 1 0 ആണ്. 0 = t. അപ്പോൾ t = 0. ഒരു ലിമിറ്റ് 0 ആയി. അവൻ x = e. log e = t. log e എന്ന് പറഞ്ഞാൽ 1. 1 = t. t = 1. അപ്പോൾ അത് log x-നെ പുട്ട് ചെയ്യുക. 1/x dx dt ഒക്കെ നമുക്കറിയാം. x-ന് 1 കൊടുക്കുക. ഇവിടെ log 1 = t എന്നായി. log 1 0 ആണ്. 0 = t എന്നായി. t = 0 ആയി. x-ന് e കൊടുക്കുക. അപ്പോൾ log e t എന്നായി. log e എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 = t. t = 1. അപ്പോൾ ലിമിറ്റ് 0 to 1 എന്നായി. log x-ന് t എന്നല്ല കൊടുത്ത് t dt. 1/x dx dt എന്നായി. ഇപ്പോൾ t dt എന്നായി. 1/x dx dt ആണ്. അപ്പോൾ t dt എന്നായി. 0 to 1 t dt. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. t²/2 എന്നായി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. t dt. t എന്ന് പറഞ്ഞാൽ t²/2. 0 to 1. അപ്പോൾ 1/2 പുറത്തെടുത്തിട്ട് ആദ്യം 1 കൊടുക്കുക. 1² പിന്നെ 0 കൊടുക്കുക. അപ്പോൾ 1/2 × 1 1/2 എന്നുണ്ടാവും. 264 264 ഇൻ്റഗ്രൽ -1 to 1 5x⁴ × √x⁵ + 1 dx. ഇവിടെ x⁵ + 1 പുട്ട് ചെയ്യേണ്ടത്. x⁵ + 1 t എന്ന് പുട്ട് ചെയ്താൽ 5x⁴ dx = dt. അപ്പോൾ x⁴ dx = dt/5. x⁵ + 1 t എന്ന് പുട്ട് ചെയ്യും. അപ്പോൾ 5x⁴ 1 0 ആണ്. dx = dt. x⁴ dx = 5x⁴ എന്നാണ് അവിടെ ഉള്ളത്. അപ്പം 5x⁴ dx = dt. -1 to 1 √x⁵ + 1 × 5x⁴ dx എന്നാണ്. 5x⁴ dx എന്നാൽ dt ആണ്. √t dt എന്നാണ് വരിക. √t dt. അതിന് ലിമിറ്റ് മാറ്റണം. അപ്പം x = -1. അപ്പം -1/5 + 1 = t എന്ന് പറഞ്ഞാൽ -1 + 1 = t എന്ന് പറഞ്ഞാൽ 0 = t. t = 0. അത് ലിമിറ്റ് 0 ആയി. -1 എന്നുള്ള 0 ആവും. അങ്ങനെ x = 1 കൊടുക്കുമ്പോൾ 1 + 1 = t. 2 = t. t = 2. അപ്പോൾ ഒരു ലിമിറ്റ് 0. ഒരു ലിമിറ്റ് 2. 0 to 2 √t dt ഉണ്ടാവും. 0 to 2 √t dt ആയി. ലിമിറ്റ് മാറിയപ്പോൾ 0 1 0 to 2 എന്നായി. അത് √t എന്നായി. 5x⁴ dx dt എന്നായി. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരെ കൊടുക്കാനേ ഉള്ളൂ. ഇതാണ് ഈ സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. = 0 to 2
റൂട്ട് ടീനെ ടി റേസ് ടു 1/2 എന്ന് എഴുതാം. ടി റേസ് ടു 1/2 ഇൻ്റഗ്രൽ ടി റേസ് ടു 3/2 എന്നാണ്. ടി റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 0 to 2/3 എന്ന് എഴുതാം. 3/2 തിരിഞ്ഞിട്ട് 2/3 എന്നായിട്ട് പിന്നെ ടി റേസ് ടു 3/2 വില കൊടുക്കുക. അപ്പോൾ ആദ്യം 2 കൊടുക്കുമ്പോൾ 2 റേസ് ടു 3/2 മൈനസ് 0 എന്നുണ്ടാവും. അപ്പോൾ 2/3 ഇൻറ്റു 2 റേസ് ടു 3/2 പിന്നെ സിംപ്ലിഫൈ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ 3 ചെയ്യാൻ മതി. 2/3 ഇൻറ്റു 2 റേസ് ടു 3/2 265 0 to 1 tan inverse x by 1 plus x square dx. നമുക്കറിയാം ടാൻ ഇൻവേഴ്സിനാണ് പുട്ട് ചെയ്യേണ്ടത്. കാരണം ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/1 plus x square dx. അപ്പോൾ ടാൻ ഇൻവേഴ്സിനാണ് പുട്ട് ചെയ്യേണ്ടത്. ടാൻ ഇൻവേഴ്സിന് പുട്ട് ചെയ്യുമ്പോൾ 1/1 plus x square dx is equal to dt. ലിമിറ്റ് മാറ്റണം. x is equal to 0. ടാൻ ഇൻവേഴ്സ് 0 is equal to ടാൻ ഇൻവേഴ്സ് 0 is equal to t. അപ്പോൾ t is equal to 0. ഒരു ലിമിറ്റ് 0 എന്നായിരുന്നു. 0 എന്നുള്ള ലിമിറ്റ് 0 എന്ന് തന്നെയാണ് വരുന്നത്. പിന്നെ x equal to 1. എക്സിന് 1 എടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1 is equal to t. ടാൻ ഇൻവേഴ്സ് 1 π/4 ആണ്, 45. അപ്പോൾ t is equal to 5/4 എന്നായി, 45. ഇപ്പോൾ ലിമിറ്റ് എന്തായെന്ന് അറിയാം. 0 എന്നുള്ള 0 തന്നെ, 1 എന്നുള്ളത് π/4 എന്നായി. ഇപ്പോൾ 0 to π/4 എന്നായി. ടാൻ ഇൻവേഴ്സ് എക്സ് ടി, പിന്നെ 1/1 plus x square dx dt dt എന്നായി. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വില എന്തായി, ടീനെ t²/2 എന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് 0 to π/4 കൊടുത്താൽ ആൻസറായി. ടാൻ ഇൻവേഴ്സിന് ടീന്ന് പുട്ട് ചെയ്ത് 1/1 plus x square dx dt എന്ന് പറഞ്ഞാൽ എക്സിന് 0 എന്ന് കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ടീൻ്റെ വില 0 എന്നായി. പിന്നെ എക്സിന് 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1 π/4 ആവുകൊണ്ട് ടീൻ്റെ വില π/4 എന്നായി. 0 to π/4 എന്നായി ലിമിറ്റ് 0 to π/4. പിന്നെ ടാൻ ഇൻവേഴ്സ് ടി 1/1 plus x square dx dt t dt എന്നായി. ഈ t dt എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t²/2 എന്നുണ്ടാവും. ടീൻ്റെ ഇൻ്റഗ്രൽ t²/2 എന്ന് എഴുതിയിട്ട് ഇനി വില കൊടുത്തേച്ചാൽ മതി. ഈ 1/2 ആണ് പുറത്തെടുത്തിട്ട് t² മാത്രം വില കൊടുത്താലും മതി. അത് കുറച്ച് നന്നാകാം. 1/2 പുറത്തെടുത്ത് t² അത് tക്ക് π/4 കൊടുക്കുമ്പോൾ π/4 ഹോൾ സ്ക്വയർ മൈനസ് 0² ഉണ്ടാവും. അപ്പോൾ 1/4 ഇൻറ്റു π²/16. അപ്പോൾ π²/16 32, π²/32 ഉണ്ടാവും. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്ന് അങ്ങനെ ചെയ്യാം, ലിമിറ്റ് മാറ്റിയിട്ടൊക്കെ അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ സെക്ഷൻ നമ്മൾ ചെയ്യുന്നത്. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇൻ്റഗ്രേഷൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനിലേക്ക് നമ്മൾ വരുന്നത്. അത് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസ്, ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുള്ള പ്രോബ്ലത്തിലേക്ക് നമ്മൾ വരുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ലാസ്റ്റ് സെക്ഷനാണ്. ഇൻ്റഗ്രേഷൻ എന്നുള്ള ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രോപ്പർട്ടീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് നോക്കിയേ. ഒന്ന് ഇൻ്റഗ്രൽ a to b f of x dx is equal ഇൻ്റഗ്രൽ a to b f of t dt എന്ന് പറഞ്ഞാൽ വേരിയബിൾ മാറ്റാവുന്നതാണ്. വേരിയബിൾ മാറ്റാം. f of x dx എന്ന് എഴുതിയാലും വേരിയബിൾ വേറെ f of y dy എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, ആൻസറൊക്കെ സെയിം ആയിരിക്കും. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി, വേരിയബിൾ മാറ്റാം. ഇപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 x dx എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 എന്ന് എഴുതി വില കൊടുത്താൽ 1/2 ഇൻറ്റു 4 - 1 ഉണ്ടാവും, 3/2 എന്നുണ്ടാവും. ഇപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 y dy എന്നാണ് ഇങ്ങനെ തന്നെയാണ് വരിക. y dy ഇൻ്റഗ്രൽ y²/2 എന്ന് എഴുതി വില കൊടുക്കണം. അന്നേരം 1/2 പുറത്തെടുത്തിട്ട് ആദ്യം 2 കൊടുക്കുമ്പോൾ അപ്പോൾ വരിക ഇത് തന്നെയാണ്
4-3/2 എന്നാണ്. അപ്പോൾ വേരിയബിൾ മാറ്റിയാലും ആൻസർ സെയിം ആയി. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വേരിയബിൾ മാറ്റാം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് സീകൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി വേരിയബിൾ മാറ്റാം എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. എക്സ് ഒക്കെ വൈ ആയിട്ടാക്കിയാലും പ്രശ്നമില്ല, അല്ല ടി ആക്കിയാലും പ്രശ്നം, വേരിയബിൾ മാറ്റാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് സീകൾ മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. എ മുതൽ ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ബി മുതൽ എ വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ലിമിറ്റും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ചേഞ്ച് ചെയ്താൽ മൈനസിന് വ്യത്യാസം ഉണ്ടാവും. എ ടു ബി എ മുതൽ ബി വരെ ചെയ്യുന്നതിന് പകരം ബി മുതൽ തിരിച്ചിങ്ങോട്ടാണ് ചെയ്യുന്നത്, ബി മുതൽ എ വരെയാണ് ചെയ്യുന്നതെങ്കിൽ മൈനസിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ വേറെ കാര്യം കൂടി വരാൻ എ മുതൽ എ വരെയാണ് ഇൻ്റഗ്രേഷൻ നടന്നതെങ്കിൽ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. എ മുതൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സെയിം ആണ്, പിന്നെ അതിൻ്റെ വാല്യൂ എന്താ ചെയ്യും 0. ലിമിറ്റ് എടുക്കും മൈനസ് ചെയ്തു 0 ആയിരിക്കും. അതാണ് പ്രോപ്പർട്ടി നമ്പർ 2. ഒന്നാമത്തെ പ്രോപ്പർട്ടി വേരിയബിൾ മാറ്റാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എ മുതൽ ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനും 0, അതിന് ബി ടു എ ആണെങ്കിൽ മൈനസിന് വ്യത്യാസം ഉണ്ടാവും. എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് സികൾ മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അല്ലെങ്കിൽ എ മുതൽ എ വരെയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. വേറെ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് സികൾ ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അങ്ങനെ പറഞ്ഞാൽ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ ഒരു സി ഉണ്ട്. എ മുതൽ ബി വരെയാണ് ചെയ്യുന്നത്. എ മുതൽ ബി വരെ ഇൻ്റഗ്രേഷൻ നടത്തുന്നതിന് പകരം എ മുതൽ സി വരെ ചെയ്യാം, പിന്നെ സി മുതൽ ബി വരെയും ചെയ്തിട്ട് ആഡ് ചെയ്താലും മതിയാണ്. എ മുതൽ ബി വരെ ഇൻ്റഗ്രേഷൻ നടത്തുന്നതിന് പകരം എ മുതൽ സി അതിൻ്റെ അടുക്കുള്ള പോയിൻ്റ് ആയിരിക്കണം, എയുടെ ബിൻ്റെ അടുക്കുള്ള പോയിൻ്റ് ആയിരിക്കണം സി. എന്നിട്ട് എ മുതൽ സി വരെ ഇൻ്റഗ്രേഷൻ നടത്തുക, പിന്നെ സി മുതൽ ബി വരെ ഇൻ്റഗ്രേഷൻ നടത്തുക, എന്നിട്ട് കൂട്ടിയാൽ മതിയാണ്. അതാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് സികൾ ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഒന്നാമത് വേരിയബിൾ മാറ്റാം. രണ്ടാമത് എ ടു ബി എന്നുള്ള ബി ടു എന്നാക്കുമ്പോൾ അടയാളം മാറും. മൂന്നാമത് എ മുതൽ സി വരെ ചെയ്യുന്നതിന് പകരം എ മുതൽ സി വരെയും സി മുതൽ ബി വരെയും ചെയ്ത് 2 ഇൻ്റഗ്രലാക്കി കൂട്ടിയാലും മതിയെന്ന്. പ്രോപ്പർട്ടി നമ്പർ 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ബേസിലാണ് പ്രോബ്ലം സാധാരണ 99% പ്രോബ്ലവും വരുന്നത്. ഈ നാലാമത്തെ പ്രോപ്പർട്ടി ബേസിലാണ്. നാലാമത്തല്ല, അഞ്ചാമത്തെ പ്രോപ്പർട്ടി ബേസിലാണ്. നാലാമത്തെ പ്രോപ്പർട്ടി വേറെ. നാലാമത്തത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് സി ഡി എക്സ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് സി എക്സ് ഈ സീകല്ലോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് ഡി എക്സ് എന്നുള്ള പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി നമ്പർ 5 ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ലോവർ ലിമിറ്റ് 0 ആയിരിക്കണം. ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ലോവർ ലിമിറ്റ് 0 ആയിരിക്കണം. 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് സീകല്ലോ 0 ടു എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ്. ഇൻ്റഗ്രൽ 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് സീകല്ലോ ഇൻ്റഗ്രൽ 0 ടു എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി നമ്പർ 6 ഇൻ്റഗ്രൽ 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് സീകല്ലോ ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് 2a മൈനസ് എക്സ്. റിസൾട്ടൊക്കെ ഉണ്ട്. പിന്നെ അത്രയും കോമൺ ആയിട്ട് അങ്ങനെ വരലില്ല. ലാസ്റ്റ് പ്രോപ്പർട്ടി നമ്പർ 7 ഒന്ന് ശ്രദ്ധിക്കണം. 7 2 ഓഡ് ഫംഗ്ഷനും ഈവൺ ഫംഗ്ഷനും വരുന്നൊരു കേസാണ്. പ്രോപ്പർട്ടി നമ്പർ 7. പ്രോപ്പർട്ടി നമ്പർ 7 1 ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. ഇൻ്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ എഫ് ഓഫ് എക്സ് ഡി എക്സ് സീകല്ലോ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇഫ് എഫ് ഈസ് ആൻ ഈവൺ ഫംഗ്ഷൻ. ഈവൺ ആണെങ്കിൽ
അത് -a ടു +a ആണ് ഇൻറ്റഗ്രേഷൻ നടന്നതെങ്കിൽ ഇവിടെ 0 ഉണ്ടാവും, ഇവിടെ -a ഉണ്ടാവും, ഇവിടെ +a ഉണ്ടാവും. -a മുതൽ +a വരെ ചെയ്യുന്നതിന് പകരം 0 മുതൽ a വരെ ചെയ്ത് ഡബിൾ എടുത്താൽ മതിയാണ്. -a മുതൽ +a വരെ ഇൻറ്റഗ്രേഷൻ നടത്തുന്നതിന് പകരം 0 മുതൽ a വരെ ഇൻറ്റഗ്രേഷൻ നടത്തിയതിന് ഡബിൾ എടുത്താൽ മതി. ഇഫ് എഫ് ഈസ് എൻ ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. ഈവൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f(-x) എന്ന് കിട്ടണം. മൈനസ് കൊടുത്താലും പ്ലസ് കിട്ടുന്നതിനാണ് ഈവൺ ഫംഗ്ഷൻ എന്ന് പറയുക. ഈവൺ ഫംഗ്ഷന് ഓഡ് ഫംഗ്ഷനുണ്ട്. ഈവൺ ആണെങ്കിൽ -a മുതൽ +a വരെ ചെയ്ത് കഴിഞ്ഞാൽ പകരം 0 മുതൽ a വരെ ചെയ്ത് ഡബിൾ എടുത്താൽ മതി. ഓടാണെങ്കിൽ -a മുതൽ +a വരെ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയി. ഒന്നും ചെയ്യാനില്ല, അതിൻ്റെ ആൻസർ തന്നെ 0 ആയിരിക്കും. ഈവൺ എന്ന് പറഞ്ഞാൽ മൈനസ് കൊടുത്താൽ പ്ലസ് കിട്ടും. ഫോർ എക്സാമ്പിൾ f(x) = x². ഇപ്പോൾ ഇവിടെ മൈനസ് കൊടുത്താൽ എന്ത് തന്നെ വരിക? -x² x² തന്നെ വരും. -x² ഒക്കെ വരുമ്പോൾ മൈനസ് കൊടുത്താലും പ്ലസ്സാണ് വരിക. x⁴ അങ്ങനെയൊക്കെ വരിക. അല്ലെങ്കിൽ f(x) ഒരു cos x കൊടുക്കുമ്പോൾ cos - θ എന്നാൽ cos θ എന്നാണ്. cos - θ cos θ. അപ്പോൾ cos x ഒക്കെ വരുമ്പോൾ ഈ ഈവൺ ഫംഗ്ഷനാണ്. x² x⁴ ഒക്കെ വരുന്ന സമയത്ത് അത് ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ -a മുതൽ +a വരെ ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ 2 × 0 to a f(x) dx ഉണ്ടാവും. ഇനി രണ്ടാമത്തത് ഓടാണെങ്കിൽ f ഈസ് എൻ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ വില 0 ആയി. -a മുതൽ +a വരെ ഇൻറ്റഗ്രേഷൻ നടത്തുക f(x) dx = 0 ഇഫ് f ഈസ് എൻ ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ പിന്നെ ഒന്ന് നോക്കാൻ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. f(-x) = -f(x) എന്നുണ്ടാകുക. അങ്ങനെ വരുന്നതിനാണ് ഓഡ് ഫംഗ്ഷൻ എന്നറിയാം. ഇപ്പോൾ f(x) = x. ഇതിൽ മൈനസ് കൊടുത്താൽ എന്താ വരിക? മൈനസ് കൊടുത്താൽ മൈനസ് എന്നാ വരിക? അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അല്ലെങ്കിൽ f(x) = x³ മൈനസ് കൊടുത്താൽ മൈനസ് എന്നാ വരിക? അങ്ങനെ f(x) = sin x. അതൊക്കെ മൈനസ് കൊടുത്താൽ മൈനസ് തന്നെ വരിക. sin - θ - sin θ എന്നാണ്. മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് തന്നെ കിട്ടുന്നതിനാണ് ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ -a മുതൽ +a വരെ ഇൻറ്റഗ്രേഷൻ നടത്തിയിട്ട് f(x) dx ആൻസർ 0 ആയിരിക്കും. പിന്നെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓഡ് ഫംഗ്ഷൻ. അതാണ് പ്രോപ്പർട്ടി നമ്പർ 7. ഇതിൽ ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി നമ്പർ 5 0 to f(x) dx = 0 to f(a - x) dx. ഈ പ്രോപ്പർട്ടി ബേസിൽ ഒറ്റ ക്വസ്റ്റ്യൻ നോക്കുക. ഇവാലുവേറ്റ് 0 to π/2 cos x dx. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം ഇതിന് i എന്നെടുക്കാം. എന്നിട്ട് i = 0 to π/2 cos x dx. കേസ് നമ്പർ 1. ഇതെന്ന ക്വസ്റ്റ്യൻ i എന്നെടുത്ത് പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ ചെയ്യാൻ പോകുന്നത്. ലോവർ ലിമിറ്റ് 0 ആണ്. ലോവർ ലിമിറ്റ് 0 ആണെങ്കിൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഇതിന് i = 0 to π/2 cos². പ്രോപ്പർട്ടി ഇതാണ്. 0 to f(x) dx = 0 to ലിമിറ്റ് ഒന്നും മാറുന്നില്ല. പക്ഷേ എക്സിന് പകരം f(a - x) നൽകുക. ഇതാണ് പ്രോപ്പർട്ടി. ഇപ്പോൾ 0 to π/2 എന്ന് പറഞ്ഞാൽ 0 to π/2 തന്നെയാണ്. cos² എക്സിന് പകരം എക്സിൻ്റെ ആ സ്ഥാനത്ത് a ആണ് a - x. ഇവിടെ a എന്നാണ് a - x. ഇവിടെ b എന്നാണ് b - x. ഇവിടെ π എന്നാണ് π - x. ഇവിടെ π/2 എന്നാണ് π/2 - x. ഇതുപോലെ π/2 ആണ്. അപ്പോൾ π/2 - x എന്നുണ്ടാവും. = 0 to π/2. നമുക്കറിയാം cos 90 - θ sin θ എന്നാണ്. ഈ 90 - θ cos 90 - θ sin θ എന്നാണ്. അപ്പോൾ ഇവിടെ cos² 90 - θ എന്നാണ്. അപ്പോൾ എന്താവും? sin θ എന്നാകുമ്പോൾ sin² θ അല്ലെങ്കിൽ sin² x ഉണ്ടാവും. ഇക്വേഷൻ നമ്പർ 2 ഒന്നുകൂടി. ക്വസ്റ്റ്യൻ 0 to π/2 cos x dx എന്നാണ്. ഇതിന് i എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ലെറ്റ് i = 0 to π/2 cos x dx എന്ന് എഴുതി. ഈ പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി നമ്പർ 5 അപ്ലൈ ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് i = 0 to π/2 cos². എക്സിന് സ്ഥാനത്ത് a - x. ഇവിടെ π/2 ആണ് π/2 - x. അപ്പോൾ cos² π/2 - x ഉണ്ടാവും.
കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഒക്കെ വേണമെങ്കിൽ എഴുതാം. പക്ഷേ കോസ് 90 മൈനസ് 0 സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് സൈൻ എക്സ് എന്നാണ്. അപ്പോൾ സൈൻ എക്സിന് സൈൻ എക്സ് എന്നാവും. എന്തായാലും സൈൻ സ്ക്വയർ എക്സ് എന്നാണ് വരിക. ഇപ്പോൾ ഒന്നാമത്തെ കേഷൻ 0 to π by 2 കോസ് സ്ക്വയർ എക്സ് ഐ. രണ്ടാമത്തെ കേഷൻ എന്ന് പറയുന്നത് ഐ തന്നെ, പക്ഷേ 0 to π by 2 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. അങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 0 to π by 2 കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. രണ്ടാമത്തെ കേഷൻ ഐ സികൾ ഇൻറ്റഗ്രൽ 0 to π by 2 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കേഷൻ രണ്ടാമത്തെ കേഷൻ കൂടി ആഡ് ചെയ്യുമ്പോൾ ഐ പ്ലസ് ഐ. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഐയും കൂട്ടാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതും കൂട്ടുക. 0 to π by 2 കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. പിന്നെ 0 to π by 2 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ ഐ ഈക്വൽ 0 to π by 2 കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. സെക്കൻഡ് ഇക്വേഷൻ ഐ ഈക്വൽ 0 to π by 2 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പോൾ ഐയും കൂട്ടുക 2 ഇനി ഈ ഇൻ്റഗ്രലും കൂടി കൂട്ടുക. 0 to π by 2 കോസ് സ്ക്വയർ എക്സ് ഡി എക്സും 0 to π by 2 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സും കൂടിയും കൂട്ടാൻ പോകും. ഇൻ്റഗ്രൽ ഒന്നാക്കുക. ആഡ് ചെയ്യുമ്പോൾ ആദ്യം ഇൻ്റഗ്രൽ ഒന്നാക്കും. ഇത് ഫസ്റ്റ് പ്രോബ്ലമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഇനി നമ്മൾ ചെയ്യുന്ന കൂടുതൽ തന്നെ ഇൻ്റഗ്രൽ ഒന്നാക്കും. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഉണ്ടാവും. ഇൻ്റഗ്രൽ ഒന്നാക്കുമ്പോൾ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഉണ്ടാവും. അപ്പോൾ 0 to π by 2 കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 ആയി. 0 to π by 2 1 dx എന്നാവും. ഇൻ്റഗ്രൽ ഒന്നാക്കുക. അന്നേരം കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്നായി. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 ആണ്. ഇൻ്റഗ്രൽ 1 ആയി. ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഏകദേശം ആൻസറായി പോകും. ഈ സൈഡിൽ 2i എന്ന് വരും കേട്ടോ. ഈ സൈഡിൽ ഐയും കൂടിയ 2i എന്നുണ്ടാവും. അപ്പോൾ കിട്ടിയതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് കിട്ടി 2i is equal to 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് അല്ലേ വരിക. 0 to π by 2 അങ്ങനെ ഉണ്ടാവും. ഇനി ഒന്ന് വില കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ആൻസറായി. നമുക്ക് ഐൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 2i is equal to ആദ്യം π by 2 കൊടുക്കുക, പിന്നെ 0 കൊടുക്കുക. π by 2 അപ്പോൾ 2i is equal to π by 2 എന്നായി. അപ്പോൾ i is equal to π by 2 എന്നായി. π is equal to π by 4. എക്സ് 0 to π by 2 ആദ്യം π by 2 കൊടുക്കുക, പിന്നെ 0 കൊടുക്കുക. അപ്പോൾ π by 2 - 0 π by 2 2i is equal to π by 2 i is equal to π by 2 i is equal to π by 4. ഇതാണ് പ്രോപ്പർട്ടി പേജിലുള്ള പ്രോബ്ലം. ഇതോടുകൂടിയാണ് ഇൻ്റഗ്രേഷൻ എന്ന ഈ ചാപ്റ്റർ അവസാനിക്കുക. 0 to π by 2 റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ്. ഇത് നമ്മൾ ഐ എന്ന് എടുക്കും. ഈ ക്വസ്റ്റ്യൻ തന്നെ ഐ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് ഐ എന്ന് എടുക്കും. ഇനി പ്രോപ്പർട്ടി പേ ചെയ്യുമ്പോൾ ആൾസോ ഐ ഈസ് ഈക്വൽ പ്രോപ്പർട്ടി പേ ചെയ്യാൻ പോണേ 0 to π by 2 ലോവർ ലിമിറ്റ് 0 ആവുകൊണ്ട് ആ പ്രോപ്പർട്ടി 5 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 0 to π by 2 ഒക്കെ അങ്ങനെ ഉണ്ടാവും. എക്സിൻ്റെ സ്ഥാനത്ത് മാത്രം എന്താവുന്ന പറയുക π by 2 മൈനസ് ഇവിടെ π by 2 ആണ്. π by 2 മൈനസ് എക്സ് ഉണ്ടാവും. അപ്പം സൈൻ റൂട്ടിൻ്റെ ഉള്ളിൽ സൈൻ്റെ ഉള്ളിൽ എക്സിൻ്റെ സ്ഥാനത്ത് π by 2 മൈനസ് എക്സ് പ്ലസ് റൂട്ടിനുള്ളിൽ കോസിൻ്റെ ഉള്ളിൽ എക്സിൻ്റെ സ്ഥാനത്ത് π by 2 മൈനസ് എക്സ് ഡി എക്സ് ഇസിക്കൽ 0 to π by 2 റൂട്ടിനുള്ളിൽ സൈൻ 90 മൈനസ് 0 കോസ് തീറ്റ എന്നാണ്. അപ്പോൾ ഇത് റൂട്ട് കോസ് എക്സ് സൈൻ 90 മൈനസ് 0 കോസും കോസ് 90 മൈനസ് സൈനും. അപ്പോൾ റൂട്ട് കോസ് എക്സും റൂട്ട് സൈൻ എക്സും ഡി എക്സ്. ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷനായി. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യാൻ പോകും. ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും അതായത് ഐയും കൂടി ആഡ് ചെയ്യുക. 2i എന്ന് പറഞ്ഞാൽ വരും. ഇതും കൂടി ആഡ് ചെയ്യാൻ പോകണം. ആഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് അവിടെ ഇതാണ് 1 + 2. രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്യാം. രണ്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഐ ആണ്. അപ്പോൾ ഐയും കൂടി ആഡ് ചെയ്യുമ്പോൾ 2i is equal to 0 to π by 2. ഈ ആഡ് ചെയ്യുന്ന കൂടെ തന്നെ ഇൻ്റഗ്രലൂടെ ഒന്നാക്കുകയാണെങ്കിൽ ഈ ഇൻ്റഗ്രലും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്യുന്ന കൂടെ തന്നെ ഇൻ്റഗ്രൽ ഒന്നാക്കിയാൽ പിന്നെ റൂട്ട് സൈൻ എക്സ് റൂട്ട് കോസ് എക്സ്
ഇവിടെ റൂട്ട് കോസ് എക്സ് റൂട്ട് സൈൻ എക്സ് ഡി എക്സ് എന്നായി. ഈ രണ്ട് ഇൻ്റഗ്രൽ ഒന്നിച്ചെടുക്കുക, ഒന്നിച്ചൊറ്റ ഇൻ്റഗ്രൽ ഉള്ളിലാകുക. നോക്കിയാൽ മനസ്സിലാവും. ഇൻ്റഗ്രൽ ഒന്നാക്കി രണ്ടും കൂടി പ്ലസ് ചെയ്ത് എഴുതി മാത്രമേ ഉള്ളൂ, വേറെ ചെയ്തില്ല. അതിന് ശേഷം ഒന്ന് എൽ സി എടുക്കുക. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഒന്ന് എൽ സി എടുത്തത് എന്താ സംഭവിക്കുക? 2i = 0 to π/2. ഇത് റൂട്ട് സൈൻ എക്സ് പ്ലസ് കോസസ്, ഇത് റൂട്ട് സൈൻ എക്സ് പ്ലസ്, രണ്ടിനും ഡിനോമിനേറ്റർ എന്താ സെയിം ആണ്. രണ്ട് റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് തന്നെയാണ്. അപ്പോൾ മോള് നേരെ ആഡ് ചെയ്താൽ മതി. രണ്ട് സെയിം ആയതുകൊണ്ട് എൽ സി എടുത്ത് മോള് നേരെ ആഡ് ചെയ്യുമ്പോൾ മോള് എന്താ വരിക? റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ്. എന്താ സംഭവിക്കുന്ന രണ്ട് ക്യാൻസർ ആയി പോയി, 1 എന്നങ്ങ് ആയി പോകും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ്. ഇപ്പോൾ ഇൻ്റഗ്രൽ 1 കഴിഞ്ഞ പ്രോബ്ലത്തിലേക്ക് പോയി തന്നെയാണ് വരുന്നത്. ഇൻ്റഗ്രൽ 1 dx 2i = 0 to π/2 1 dx. ഇപ്പോൾ 2i = 1 ഇൻ്റഗ്രൽ എക്സ് ആണ്, 0 to π/2. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ വരും. 2i = ആദ്യം π/2 കൊടുക്കുക, പിന്നെ 0 കൊടുക്കുക. അപ്പോൾ 2i = π/2, i = π/2/2, i = π/4. ഇത് വിട്ടുമ്പോൾ ഇൻ്റഗ്രൽ 1 പിന്നെ കഴിഞ്ഞ പ്രോബ്ലത്തിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ i = π/4 എന്നുണ്ടാവും. 262-68 ഹോംവർക്കാണ്. ഇതേപോലെ തന്നെ വരിക. 0 to π/2 sin സ്ക്വയർ എക്സ് ഡി എക്സ്. അതിനെടുക്കാം. സയൻസ് സ്ക്വയർ ആവും, മറ്റേ കോസ് സ്ക്വയർ ആവും. സയൻസ് സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആവും. അങ്ങനെ പോയിട്ട് π/2/4 വരും. 269 ഇൻ്റഗ്രൽ 0 to π/2 sin 3/2x sin 3/2x cos 3/2x dx. 0 to π/2 sin 3/2x divided by sin 3/2x plus cos 3/2x. ഇത് നമ്മൾ i എടുക്കാം. ലെറ്റ് i = ഇക്വേഷൻ നമ്പർ 1 പ്രോപ്പർട്ടി ചെയ്യുക. അപ്പോൾ i = 0 to π/2. ഇവിടെ എക്സിന് π/2 അങ്ങനെ വരിക. sin 3/2 എക്സിന് സ്ഥാനത്ത് π/2 - x വരും. ഇപ്പോൾ sin 90 - ഒരു കോസ് നമ്മളൊക്കെ കോസിലേക്ക് മാറും. സൈനൊക്കെ കോസിലേക്ക് മാറും, കോസൊക്കെ സൈനിലേക്ക് മാറും. cos 3/2 π/2 - x dx is equal to 0 to π/2. സൈനൊക്കെ കോസ് ആവും. അപ്പോൾ cos 3/2x cos 3/2x sin 3/2x എന്നാവും. ഇക്വേഷൻ നമ്പർ 2. 0 to ലിമിറ്റ് 0 to π/2 തന്നെ. സൈനൊക്കെ കോസ് ആവും. അപ്പോൾ cos 3/2 cos 3/2 sin 3/2 എന്നുണ്ടാവും. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യാം. 1 ഉം 2 കൂടി ആഡ് ചെയ്യാം. 1 ഉം 2 കൂടി ആഡ് ചെയ്യുമ്പോൾ 2i = ഇൻ്റഗ്രൽ ആഡ് ചെയ്യുന്ന കൂടെ തന്നെ ഇൻ്റഗ്രൽ 1 ആക്കിയാണ്. ഇപ്പോൾ 2i = 1 + 2 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 2i = ഇൻ്റഗ്രൽ 1 ആക്കുക. അപ്പോൾ 0 to π/2 ഇൻ്റഗ്രൽ ഉള്ളിൽ ഇത് രണ്ടും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ തന്നെ എൽ സി എടുക്കുകയും കൂടെയൊക്കെ ചെയ്യുവാണെങ്കിൽ sin 3/2x sin 3/2 cos 3/2 1 ആവും. cos 3/2x cos 3/2x sin 3/2x. എൽ സി എടുക്കുമ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ എന്താ വരിക? ആഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആവും. 1 ആവും. ഇൻ്റഗ്രൽ 1 dx ആവും. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെയാണ് വരുന്നത്. 2i = 0 to π/2. അപ്പോൾ ഡിനോമിനേറ്റർ നമ്മളിപ്പോൾ sin 3/2x cos 3/2x എൽ സി. ഇതൊക്കെ സ്റ്റെപ്പ് കട്ട് ചെയ്യാം. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് കട്ട് ചെയ്ത് 1 എഴുതി വെച്ചാൽ മതി. മുകളിലും അത് തന്നെ വരിക. sin 3/2x cos 3/2x വരിക. അത് വെട്ടിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1 dx 0 to π/2 1 dx ഉണ്ടാവും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. ഈ ചെയ്യുന്ന പ്രോബ്ലമൊക്കെ ഒരേ ഇതിലേക്കാണ് വരുന്നത്.
integral 1 dx. 2y is equal to integral 0 to pi by 2 1 dx. 2y is 1 integral x ആണ്. 0 to pi by 2 ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 2y is equal to pi by 2 minus 0 എന്നുണ്ടാവും, pi by 2 എന്നുണ്ടാവും. I is equal to pi by 2 by 2 pi by 4. ഇതൊക്കെ ആൻസർ pi by 4ലേക്കാണ് വരുന്നത്. പക്ഷേ എല്ലാം അങ്ങനെ pi by 4 ആവുമൊന്നുമില്ല. ഇപ്പോൾ 270 ഹോംവർക്ക് ഇതേമാതിരി തന്നെ വരും. 0 to pi by 2 cos ratio 5x sin ratio 5x പ്ലസ് cos ratio 5 ഇതിങ്ങനെ തന്നെ വരിക. അതിനടുത്ത് ചെയ്തിങ്ങനെ പോയാൽ കോസൊക്കെ സൈനാവും, സൈന് കോസാവും, കോസ് സൈനാവും. അപ്പോൾ അത് ഇതേമാതിരി ഇങ്ങനെ വരുമ്പോൾ ഇൻ്റഗ്രൽ 1 dx വെട്ടി എൽസി എടുക്കുമ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആവും. 1 dx വരും. അപ്പം pi by 2 by 2 pi by 4 ഉണ്ടാവും. 271 0 to pi by 2 dx divided by 1 plus root tan x. ഇത് ചെയ്ത് നോക്കിയാൽ ശ്രദ്ധിച്ച് 0 to pi by 2 dx divided by 1 plus root tan x-നെ നമ്മൾ root sin x by root cos x എഴുതും. റൂട്ട് ടാൻ എക്സിന് റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് എഴുതിയിട്ട് റൂട്ട് കോസ് എക്സ് എൽ സി എടുക്കും. റൂട്ട് കോസ് എക്സ് എൽ സി എടുത്താൽ എന്താ വരിക? 0 to pi by 2 ഡി എക്സ് ഡിവൈഡ് ബൈ ഇവിടെ റൂട്ട് കോസ് എൽ സി എടുത്താൽ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ഉണ്ടാവും. റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് സീറോ 0 to pi by 2. ഈ റൂട്ട് കോസ് എക്സ് മുകളിൽ കയറുമ്പോൾ റൂട്ട് കോസ് എക്സ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ഡി എക്സ് അല്ലേ. നേരത്തെ നമ്മൾ ചെയ്തൊരു മോഡലിലേക്ക് വന്ന് അപ്പോൾ ഇനി പ്രശ്നം സാധാരണ പോലെ ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഐ ഈസ് ഈക്വൽ ടു 0 to pi by 2 റൂട്ട് കോസ് എക്സ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ഡി എക്സ് ചെയ്ത ഇക്വേഷൻ നമ്പർ 1 ചെയ്താൽ പ്രോപ്പർട്ടി വയ്ക്കുക. കോസൊക്കെ സൈനാവും, സൈനൊക്കെ കോസാവും. ആഡ് ചെയ്യാൻ ഐ പ്ലസ് ഐ ഈസികൾ വെട്ടി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1 dx pi by 2 ഉണ്ടാവും. pi by 2 by 2 pi by 4 വരും. അപ്പോൾ റൂട്ട് ടാന റൂട്ട് സൈൻ ബൈ റൂട്ട് കോസ് എഴുതിയിട്ട് റൂട്ട് കോസ് എൽ സി എടുത്ത് അപ്പോൾ എങ്ങനെ കിട്ടി? എന്നിട്ട് ആ റൂട്ട് കോസ് മുകളിൽ കയറുന്നതോടുകൂടി നമ്മൾ നേരത്തെ ചെയ്ത ഒരു ക്വസ്റ്റ്യനിലെ ഫോമിൽ വന്ന് പിന്നെ ഐ എടുത്ത് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യനോട് നമ്മൾ ചെയ്യാം. 272 0 to pi by 2 dx divided by 1 plus root cot x. Cot x-ന് cos by sin എഴുതാം. അപ്പോൾ 0 to pi by 2 dx divided by 1 plus root cos x by root sin x. 0 to pi by 2 dx divided by root sin എൽ സി എടുത്താൽ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് സീക്വൽ 0 to pi by 2 റൂട്ട് സൈന് മുകളിലെത്തുമ്പോൾ റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പിലേക്ക് വന്നു. ഇതിന് ഐന്ന് എടുത്താൽ പിന്നെ പ്രശ്നം കോട്ടിന് കോസ് ബൈ റൂട്ട് കോസ് ബൈ റൂട്ട് സൈൻ എഴുതി എൽ സി എടുക്കുന്നവർ കൂടി അടിയെല്ലാം റൂട്ട് കോസ് മുകളിൽ കയറി ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പിലേക്ക് വന്നു. നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ്റെയൊക്കെ തന്നെയാണ് വന്നത്. അതേ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഐന്ന് എടുക്കുക. ഐ ഈസ് ഈക്വൽ ടു 0 to pi by 2 റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ്. എൽ സി ഇക്വേഷൻ നമ്പർ 1 ആക്കി. ഇതിന് റൂട്ട് സൈൻ ബൈ 0 to pi by 2 റൂട്ട് സൈൻ എക്സ് ഡിവൈഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡി എക്സ് എന്നുള്ള ഇക്വേഷൻ 1 എന്നെടുത്ത് ഇനി പ്രോപ്പർട്ടി ഉപയോഗിച്ച് പ്രോപ്പർട്ടി 5 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചിട്ട് ഐ ഈസിക്കൽ സൈനൊക്കെ കോസാവും, കോസൊക്കെ സൈനാവും. അങ്ങനെ മാറി ഇക്വേഷൻ നമ്പർ 2 വന്ന് ആഡ് ചെയ്ത് ഇപ്പോൾ 2i ഈസിക്കലും ആഡ് ചെയ്യുമ്പോൾ 2i ഈസിക്കൽ മറ്റേ വെട്ടിപ്പോവും. 0 to pi by 2 1 dx ഉണ്ടാവും, pi by 2 ഉണ്ടാവും. ഐ ഈസിക്കൽ pi by 2 by 2 pi by 4 ഉണ്ടാവും. ഇതാണ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ള പ്രോബ്ലമാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉപയോഗിച്ചുള്ള പ്രോബ്ലമാണ്.
ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്. കുറച്ച് പ്രോബ്ലം കൂടി ഇത് ചെയ്യേണ്ടതുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പ്രോബ്ലം കൂടി ഇതിന് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ഉപയോഗിച്ചുള്ള പ്രോബ്ലം.